ഗായ്സ്, ഇപ്പോൾ ഇറങ്ങിയൊരു പടമുണ്ട്. വേറൊന്നുമല്ല, ആടുജീവിതം എന്ന പൃഥ്വിരാജിൻ്റെ പടമാണ്. അപ്പോൾ ഇതിൽ പൃഥ്വിരാജാണെങ്കിൽ നല്ലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പുള്ളി അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പോയി ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഓടി നടന്നാണ് പുള്ളി ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പൃഥ്വിരാജ് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. പുള്ളി നജീബിനെ വിളിച്ചുകൊണ്ട് ഒരു വ്യൂവറിൻ്റെ അടുത്തിരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് നജീബ് മിക്കവാറും എല്ലാ തരത്തിലുള്ള ഇൻ്റർവ്യൂവിന് ഞാൻ എല്ലാം എന്ന് പറയുന്നില്ല, മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂസിനൊക്കെ പോയി അറ്റൻഡും ചെയ്യുന്നുണ്ട്. ബെന്യാമിനൊക്കെ ചില ഇൻ്റർവ്യൂസിലൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം പുള്ളി കഴിയുന്നത് രീതിയിൽ തൻ്റെ ഹാർഡ് വർക്കിനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നജീബിൻ്റെ ജീവിതം വെച്ചാണ് കഥ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നജീബിനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. നജീബിൻ്റെ ഈ ഒരു കഥ എന്നറിയുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണത്തിനെ കാണിക്കുമ്പോൾ ആളുകൾക്ക് അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാകും. അതെന്തായാലും വിജയിച്ചിട്ടുണ്ട്. ഞാനില്ല എന്നൊന്നും പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നജീബിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ജനങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്കിതിൽ പറയാനായിട്ടുള്ളത്, സ്വാഭാവികമായിട്ട് നജീബിൻ്റെ കഥ സിനിമ ഏറ്റെടുത്ത് ഹാർഡ് വർക്ക് ചെയ്തത് പൃഥ്വിരാജാണ്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജിന് നജീബിന് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു കഥ ഒരാളുടെ, ഇപ്പോൾ എൻ്റെ ജീവിത ചരിത്രം എടുത്തിട്ട് ടോവിനോ തോമസോ നിവിൻ പോളിയൊക്കെ സിനിമ ആക്കിയിട്ട് എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല ഒരിക്കലും. ടോവിനാ, നീ എൻ്റെ ജീവിത കഥയാണ് എടുത്ത് നീ സിനിമയാക്കിയത്, നീ എനിക്ക് കുറച്ച് പൈസ തരണം. പറ്റത്തില്ല, എൻ്റെ ആവശ്യമില്ല, തരേണ്ട കാര്യം എന്താണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിൽ നജീബിനെ കൊണ്ട് മാർക്കറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. നജീബിൻ്റെ സമയം ഇതിൽ മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട് പൃഥ്വിരാജ്. സ്വാഭാവികമായിട്ട് അതിന് പുള്ളി കാശ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് ടോവിൻ്റെ അടുത്ത് പോവുകയാണ്. ടോവിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചില്ലെങ്കിലും കൂടെ ടോവിനേക്ക് എനിക്ക് കാശ് തരേണ്ട കാര്യമുണ്ട്. ടോവിനല്ല, വേറെ ആരെങ്കിലും ആയിട്ട്. അപ്പം ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊടുക്കുമായിരിക്കും. ഞാനത് പറഞ്ഞ് പുള്ളി അത്യാവശ്യം കൊടുക്കുന്ന കൂട്ടത്തിലൊക്കെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയത്തില്ല, മേ ബി ആ ഒരു മാർക്കറ്റിംഗ് പ്രൊമോഷനൊക്കെ കൂടെ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും ന്യായമായൊരു തുക പുള്ളിക്ക് കൊടുക്കേണ്ടതാണ് നജീബിന്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക.